എയിംസ് വിഷയത്തിലെ മറ്റേ മോൻ പ്രയോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കവചമൊരുക്കി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. മറ്റേ മോനെ എന്നല്ല പൊന്നുമോനെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വാക്കല്ല പ്രവൃത്തിയാണ് നോക്കേണ്ടതെന്നും ശോഭാ സുരേന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തെറ്റിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. കേന്ദ്ര ബജറ്റിൽ എയിംസിനെക്കുറിച്ച് മിണ്ടാതായതോടെ എയറിലായ സുരേഷ് ഗോപിക്ക് പ്രതിരോധം തീർത്തുകൊണ്ടാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത്. അല്ല, നോക്കൂ, സുരേഷ് ഗോപി പൊന്നുമോനെ എന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ കരുതുന്നത്, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത്, ഒരാൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ല ഞാൻ കണക്കാക്കുന്നത്. ശ്രീമാൻ സുരേഷ് ഗോപി എത്രയോ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറെ അനുഭവങ്ങളുണ്ട്. ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എത്രയോ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി ഞാൻ മാത്രമല്ല, പഠനത്തിന് സഹായം ചെയ്തിട്ടുണ്ട്, വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരെ പോലെ കൃത്യതയോട് കൂടിയിട്ട് വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ബി.ജെ.പി. നേതാക്കളും. സുരേഷ് ഗോപി എയിംസ് വരും മറ്റേ മോനെ എന്നുവരെ പറഞ്ഞതും ആ വിശ്വാസത്തിലാണ്. പക്ഷേ ബി.ജെ.പി. നേതൃത്വത്തിനു പോലും മറുപടി പറയാൻ പറ്റാത്ത വിധത്തിൽ അവഗണന നേരിടേണ്ടി വന്നു ബജറ്റിൽ. സംസ്ഥാന സർക്കാർ എയിംസിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തി നൽകാത്തതാണ് പ്രശ്നമെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. അവിടെ ശ്രീമാൻ സുരേഷ് ഗോപി പറഞ്ഞു, അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, അല്ലെങ്കിൽ ഇനി മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു. ഇതല്ല അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, നമുക്ക് എയിംസ് കിട്ടണം. എയിംസ് കിട്ടാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുക, അത് കൃത്യതയോടുകൂടി പേപ്പർ കൊടുക്കുക, ആ പേപ്പറിൻ്റെ കോപ്പി ജനസമക്ഷത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഹെൽപ്പ് എന്തായാലും 2 കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നമ്മുടെ രാജ്യസഭാ മെമ്പർ ഒരാളുണ്ട്, കണ്ണൂർക്കാരനാണ്, അദ്ദേഹവും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. എയിംസും അതിവേഗ റെയിലുമൊക്കെ ആവശ്യമായ സമയത്ത് പ്രഖ്യാപിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.